നിങ്ങളിപ്പോ ഫേസ് ചെയ്യണ ഈ ഡിഫിക്കൾട്ട് സമയം നിങ്ങളുടെ ലൈഫിന് ഇപ്പോ വേഗം മാറാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇത് വഴക്കാവാം, ആരുടെയോ കൂടെ നിങ്ങളുടെ വഴക്കുണ്ടായില്ല വെച്ചാ കുറെ കോൺഫ്ലിക്റ്റ്, ഇന്നർ കോൺഫ്ലിക്റ്റ് ആവാം, മനസ്സിലെ കോൺഫ്ലിക്റ്റ് ആവാം, ഇല്ലച്ചാ വേറെ ആൾക്കാരുടെ കൂടെ ഇഷ്യൂസ് ഉണ്ടാവണത്, വേറെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യണത്. അപ്പൊ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കുറെ സമയമായിട്ട് ഇതിനെ പേഷ്യന്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇതില് നിങ്ങളുടെ മനസ്സിനെ ഇത് കുറെ എഫക്ട് ചെയ്തിട്ടുണ്ട്. കുറെ നിങ്ങൾ അപ്സെറ്റ് ആയിരുന്നു, ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സൊല്യൂഷൻ, ഒരു ബ്രേക്ക് ത്രൂ വരാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് ഈ ഇഷ്യൂസ് ഒക്കെ വേഗം തീരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, പീസ്ഫുൾ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് വരാൻ പോകുന്നത്. ഈ പോസിറ്റീവ് ഔട്ട്കം വരുമ്പോ നിങ്ങൾ ഫൈനലി ഒരു ഹാപ്പി എനർജിയിലേക്കാണ് പോണത്. കുറെ സക്സസിന്റെ എനർജി, നിങ്ങൾ വേണ്ട മാതിരി നിങ്ങൾക്ക് ഔട്ട്കം കിട്ടുന്നുണ്ട്. അപ്പോ നല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നുണ്ട്, നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യണത് അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഇവിടെ 8 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഡെക്കിന്റെ അടിയിൽ. അപ്പൊ ഇതും ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇതിപ്പോ ഉണ്ടാവുന്നത് ഉടനെ ഉണ്ടാവും. ഓക്കെ, അത്ര സമയം എടുക്കില്ല. കുറെ സക്സസിന്റെ എനർജിയാണ് 8 ഓഫ് വാൻസ്, കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ്, മുമ്പോട്ടേക്ക് പോണ എനർജിയാണ്. അപ്പോ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവാൻ പോണത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് വെച്ചാൽ കമന്റ്സിൽ ഐ ആം റെഡി എന്ന് എഴുതുക, ഇല്ല വെച്ചാൽ യെസ് എന്ന് എഴുതുക, ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിനെ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.